ഇന്നിപ്പോൾ സ്നാക്ക് മേടിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൂടുതൽ ഞാൻ മുതിരി നിൽക്കുകയാണെങ്കിൽ തിരിച്ച് പണിക്കാട്ടി പോകുമ്പോൾ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം പോകാമെന്നാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ സാഡ് അടിച്ചിരിക്കുന്ന സമയത്താണ് കാശ് കൂടെ പോകുന്ന നിലത്ത് വീണത്. പക്ഷെ അവന് വീണിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും കരുത്തിലുണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ തന്നെ സെറ്റും ഞാൻ വളരെ വിഷമിച്ച് പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ജോലി കഴിഞ്ഞ് വന്ന പാടെ തന്നെ വാങ്ങിച്ച സാധനങ്ങൾ കണക്കെടുപ്പായി. ഇടി നിതിമോന് മാങ്ങയും പഴമൊക്കെ മേടിക്കായിരുന്നില്ല. അങ്ങനെ പിന്നെ അതേം വെളിച്ചെണ്ണ മുറുക്കിയതും മാങ്ങയും ചേനയും എല്ലാ സാധനങ്ങളും പെട്ടിയിൽ അവിടെ നിറച്ചങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ. ചാന്തും സഞ്ചപ്പനും ഇല്ല. ചാന്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് യാത്ര പറഞ്ഞ് അയച്ചുവിട്ട് അവരെ. അമ്മയ്ക്കും അച്ഛനും എന്നെ പിരിയണ വിഷമമില്ല, പേരക്കുട്ടികളെ പിരിയണ വിഷമമാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കടക്കലുണ്ടാവില്ല. മരുമോൻ വരുന്നത് പ്രമാണിച്ചിട്ട് ബീഫും പൊറോട്ടയും അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. ഒരു 2 ആഴ്ച കൂടുതൽ വീട്ടിൽ നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അമ്മയ്ക്കും അച്ഛനുണ്ട്. കാരണം ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. ഇനി വലിയൊരു ശാന്തതയ്ക്ക് പോണത്. കാശിയുടെ സാധനങ്ങളോട് തകർത്ത് കയറിയിട്ടുണ്ട്. ഇനി വെക്കേഷൻ ആവാതെ ഇങ്ങനെ ഒരു നിപ്പ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്ര വിഷമിക്കണം ഈ ഒരു കാര്യത്തിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു മുഖം നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നില്ല.